guys, welcome back to my YouTube channel. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഉറങ്ങിപ്പോയി 12 മണിയായി എഴുന്നേറ്റപ്പോഴത്തേന്. അത് കാരണം ഡേ ഇൻ മൈ ലൈഫ് പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ ഉദ്ദേശിച്ചു ഇന്ന് വീഡിയോ എടുക്കണ്ട, ഇത്രയും ലേറ്റ് ആയില്ലേ എഴുന്നേറ്റതെന്നൊക്കെ വിചാരിച്ചു. അപ്പം വീണ്ടും ഞാൻ കയറി കിടന്നു. ഒരു ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ ഞാൻ വീണ്ടും കയറി കിടന്നു. ഉറങ്ങാൻ കിടന്നപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ അയ്യോ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തില്ല. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ എഴുന്നേറ്റത്. എന്നിട്ട് നമുക്കെന്നാൽ പുറത്ത് പോകാം, ചുമ്മാ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ എഴുന്നേറ്റ് റെഡിയായി. ഇപ്പം 3 മണിയായി. എനിക്കാണെങ്കിൽ ഇപ്പോൾ വന്ന് മടിയാണ് വീഡിയോ എടുക്കാനായിട്ട്. അത് കാരണം എന്തുവാ പറയുക, മടി കാരണം ഞാൻ 2 വ്ളോഗും പിന്നെ 5-6 ഷോർട്ട് വീഡിയോ എൻ്റെ ഫോണിൽ അതേപടി കിടപ്പുണ്ട്. ഈ വീഡിയോ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര കുറവാണ്. ഈ വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ഇത് വെളിയിട്ട് നോക്കുമ്പോൾ മഴയൊക്കെ പെയ്യുന്നു. ഞാൻ ഒരുങ്ങി വെളിയിൽ പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു മഴ പെയ്തത്. എന്നാലും കുറച്ച് മഴ കുറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പം എവിടെ പോവാം, ഞാൻ വേറെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുക്കാനിരുന്ന വീഡിയോ. അപ്പം ഇന്നലെ ഞാൻ ഫുള്ള് കിടന്നുറങ്ങി ഫുഡ് ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഇരുന്നത് കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു മൂഡില്ലായിരുന്നു. അതാണ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലുമൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാം, അത് ഒരു വീഡിയോ ആക്കി ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതും നടന്നില്ല, ഉറങ്ങിപ്പോയ കാരണം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് ചുമ്മാ ഒരു ഔട്ടിങ് വെളിയിൽ, ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് എന്ന് വേണേൽ പറയാം. ഞാൻ ഒറ്റയ്ക്ക് വെളിയിൽ പോയി ചില്ല് ചെയ്യുന്നതിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ നേരെ പോകാൻ പോകുന്നത് ബ്രൂക്ക്ഫീൽഡ്സിലോട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് പ്രോസോണിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പ്രോസോൺ കുറച്ച് ദൂരെയാണ്. ബ്രൂക്ക്ഫീൽഡ്സ് ആണെങ്കിൽ ഇവിടുന്ന് തൊട്ടടുത്താണ്. അപ്പോൾ പിന്നെ എന്നാൽ ബ്രൂക്ക്ഫീൽഡ്സിൽ പോകാം. പ്രോസോണിനേക്കാളും കുറച്ചുകൂടെ വലിയ മാളാണ് ബ്രൂക്ക്ഫീൽഡ്സ്. അപ്പോൾ അവിടോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് മെയിനായിട്ടൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ലാസ്റ്റ് ഞാനിട്ട വീഡിയോ മധുരൈ കല്യാണം വ്ളോഗാണ്. അതിനുശേഷം ഒരു നവംബർ 2 ആയപ്പോഴത്തേന് എനിക്ക് അവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ കോയമ്പത്തൂർ ഗാന്ധിപുരത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പം ഞാൻ താമസിക്കുന്നത് കോയമ്പത്തൂരിലാണ് താമസിക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ ഈറോഡായിരുന്നു, ഇപ്പം ഞാൻ കോയമ്പത്തൂരിലേക്കായി. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോസൊക്കെ ഇവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേർക്ക് അറിയാം. ഞാൻ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം ഇവിടുത്തെ. അതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. അറിയാവുന്നൊരു സ്ഥലമാണല്ലോ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര പരിചയമൊന്നുമില്ല. അവിടെ അധികം ഒരു ഗ്രാമമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് അധികം സ്ഥലമൊന്നും ചെയ്യാനായിട്ടൊന്നും അവിടെ പോകാനായിട്ടൊന്നുമില്ല. ഇവിടെയാണ് പിന്നെ ഇഷ്ടം പോലെ കടകൾ, ഇഷ്ടം പോലെ പ്ലേസുകൾ ഒക്കെ ഉണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, അങ്ങനത്തെ ഒരു മൈൻഡാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഉറക്കമാണ്. അവധി ദിവസങ്ങളിലെല്ലാം എന്താ ചെയ്യാനാ, എൻ്റെ മടിയൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് നമുക്കിപ്പം നേരെ ബ്രൂക്ക്ഫീൽഡ്സിലോട്ട് പോകാം.
അങ്ങനെ ഞാൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നന്നായി വിശന്നു. അപ്പോൾ ഞാൻ നേരെ ഓടി മലബാർ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിന് ഉള്ളിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് നല്ല അടിപൊളി കേരള ഫുഡ് നമുക്ക് കിട്ടും. ഞാനിവിടെ വന്നത് കപ്പയും നല്ല ബീഫ് കഴിക്കാനായിട്ടാണ് വന്നത്. എനിക്കിവിടുത്തെ ബീഫും കപ്പയും ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല എന്താ പറയുക, നല്ല നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇവിടെ ഫുള്ള് ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം മലയാളീസാണ്. നല്ല രുചിയാണ് കപ്പയും നല്ല ബീഫും. അപ്പോഴത്തേനും ഞാൻ ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വെളിയിൽ നല്ല മഴ പെയ്തായിരുന്നു. എപ്പോഴത്തേനും എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാനൊരു ചൂട് ചായയും വാങ്ങിച്ചു കുടിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ വിശപ്പൊക്കെ നന്നായിട്ട് മാറി. അപ്പോൾ ദാണ്ട് നോക്ക്, വെളിയിൽ നല്ല മഴ നടക്കുവാണ്. ഇതാട്ടോ മലബാർ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് സൈഡ്. ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു 7:27 ഞാൻ ഇവിടുന്ന് 3:30 ഇറങ്ങിയതാണ്. ഇത്രയും നേരം പുറത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടില്ല. മഴ കാരണം ഒരു തരത്തിൽ വരാം, പിന്നെ മഴ നനഞ്ഞങ്ങ് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റെയിൻ കോട്ടുണ്ട്. ആ റെയിൻ കോട്ടെന്ന് വെച്ചാൽ പാൻറ്റും ഇതുപോലെ കോട്ടും പോലത്തെ. അത് വഴി നിന്നിട്ട് നമ്മൾ പാൻറ്റൊക്കെ വലിച്ചിട്ട് കോട്ടും ഒക്കെ ഇടുമ്പോഴത്തേനും എല്ലാവരും ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ നിൽക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് മിക്കപ്പോഴും ഞാൻ ഇടാൻ നിൽക്കത്തില്ല. അതാണ് ഞാൻ വേറൊരു റെയിൻ കോട്ട് ഇപ്പം തന്നെ ഒരു കടയിൽ കയറി ഞാൻ വാങ്ങിച്ചു. അതായത് ഫുള്ളായിട്ടുള്ള റെയിൻ കോട്ടില്ലേ, അത് ഞാൻ ഒരെണ്ണം ഇത്തിരി വാങ്ങിച്ചു. ഇതാകുമ്പോൾ ചുമ്മാ അങ്ങിട്ട് അങ്ങ് പോയാൽ മതി. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു തട്ടിക്കൂട്ട് വ്ളോഗായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെന്താ, ഡേ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച ശേഷം ഒന്നും നടന്നില്ല. കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഇനി രാത്രിയിലൊന്നും ഉണ്ടാക്കണ്ട, എല്ലാവരും കിടന്നുറങ്ങി. ഈ മഴയത്ത് ഇവിടെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ സൗണ്ടാണ് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ വെള്ളി മഴയത്താണ് ഈ പടക്കം പൊട്ടിയിട്ട് ഇവിടെ നടക്കുന്നത്. ഞാനിങ്ങോട്ട് വരുന്ന വഴി ട്രാഫിക്കിൻ്റെയാണ് കുറേ അമ്മമാർ പടക്കം പൊട്ടിക്കുന്നത്. പിന്നെന്താ, ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. എനിക്കറിയാം ഈ ഒരു വീഡിയോ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പല ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ മാളി ഭയങ്കര തിരക്കായിരുന്നു. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇനിയും ഇവിടുത്തെ എൻ്റെ ഈ ഒരു വീടിൻ്റെയും ഞാൻ എവിടെ താമസിക്കുന്നതിൻ്റെ ഒക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.